അല്ല, ക്രൈസ്തവർക്കെതിരെയുള്ള വേട്ട ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ ഒഡീസയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. രാജ്യമൊട്ടാകെ ക്രൈസ്തവരെ ആക്രമിക്കുന്നു, പുരോഹിതരെ ആക്രമിക്കുന്നു, കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു, ദേവാലയങ്ങൾ ആക്രമിക്കുന്നു, പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആക്രമിക്കുന്നു, കള്ളക്കേസുകൾ ചുമത്തുന്നു, നിർബന്ധിത മതപരിവർത്തനം എന്ന കള്ളക്കേസിൽ കുടുക്കി നൂറുകണക്കിന് ആളുകളെ ജയിലിൽ അയക്കുന്നു. ഈ രാജ്യത്തിന്റെ മുഴുവൻ BJP ഭരിക്കുന്ന മുഴുവൻ മേഖലകളിലും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം അത് കൊടുമ്പിരി കൊണ്ട് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു, ഞങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുത്തു. പക്ഷേ അവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല. അക്രമി സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ബജറംഗ് ദളിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ രാജ്യത്തുടനീളം ഇന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്ന വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ അതിനെതിരെ പാർലമെന്റിൽ UDFന്റെ MPമാർ ഒറ്റക്കെട്ടായി പാർലമെന്റിനുള്ളിൽ പ്രതികരിച്ചു. ഇന്ന് പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ പ്രകടനമായി പ്രതിഷേധിക്കുകയാണ് ഇന്നുണ്ടായത്. BJP ഒരുക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനത്താണ് സമാന്തരമായ പ്രതിഷേധങ്ങളും ഇപ്പോൾ അക്രമമൊക്കെ ഉണ്ടായത്. BJP നേതാക്കൾ എവിടെ ചോദ്യം ഉന്നയിക്കുന്നുണ്ടോ UDF? അല്ല, ഇവിടെ കേരളത്തിൽ ഒരു സമീപനം, ക്രിസ്ത്യാനികളുള്ള സ്ഥലത്തൊരു സമീപനം, മറ്റ് മേഖലകളിലെല്ലാം വേട്ടക്കാരോടൊപ്പം നിന്ന് ക്രൈസ്തവരെ വേട്ടയാടുന്നതിന് കൂട്ടുനിൽക്കുന്നവരാണ് കേക്കും വീഞ്ഞുമായി അരമനകൾ കയറി ഇറങ്ങുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.